learning Amrita Miss ആണ്. അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് നമ്മൾ വോളിയം അതായത് വ്യാപ്തം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു തീർത്താണല്ലേ. അപ്പോൾ പഠിച്ചു തീർത്തപ്പോൾ എൻ്റെ മക്കൾക്ക് ഉണ്ടായിരുന്ന സംശയമായിരിക്കും എന്താണ് മിസ്സേ വോളിയം എന്താണ് കപ്പാസിറ്റി അതായത് വ്യാപ്തവും ഉള്ളളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലേ. രണ്ടിനും ഒരേ ഇക്വേഷൻ ഒരേ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഒരേ ഇക്വേഷൻ അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് രണ്ടും ഉള്ളളവും കാണുന്നത് എന്ത് വ്യാപ്തവും വോളിയം കപ്പാസിറ്റിയും കാണാൻ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് എൻ്റെ കുട്ടികൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലായിടത്തും ഉണ്ടല്ലേ. നമുക്ക് കാണുന്ന നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ടാങ്കിൽ അല്ലേ മോട്ടറിൽ വെള്ളം അടിച്ച് കയറ്റുക എന്നൊക്കെ പറയും. ടാങ്കിൽ വെള്ളം അടിച്ച് കയറ്റുക അപ്പോൾ ആ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ അളവ് ഇതൊക്കെ വോളിയത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് വോളിയം എന്നും എന്താണ് കപ്പാസിറ്റി എന്നും കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടി മിസ് നല്ല അടിപൊളിയായിട്ടൊരു പെട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു പെട്ടി മതി നമുക്കത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു പെട്ടിക്ക് മക്കൾ നോക്കിയാൽ കാണാം നീളമുണ്ട് വീതിയുണ്ട് ഒരു ഉയരമുണ്ട് അല്ലേ. നീളമുണ്ട് വീതിയുണ്ട് ഉയരമുണ്ട് ഈ ഒരു പെട്ടിക്ക്. അതായത് ആ പെട്ടി നിൽക്കുന്ന ഇത്രയും സ്ഥലം അല്ലേ, ഈ നീളവും വീതി ഉയരത്തിൽ നിൽക്കുന്ന ഈ പെട്ടി നിൽക്കുന്ന ഈ സ്ഥലം അത് ആ പെട്ടിയുടെയാണ്. ആ പെട്ടിയുടെ സ്വന്തമാണ്. ആ സ്ഥലം എന്ന് പറയുന്നത് പെട്ടിയുടെ സ്വന്തമാണ്. ആ സ്പേസ് ആ ഒരു അളവിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത്. സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദാറ്റ് 3D ഒബ്ജക്റ്റ്. ആ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു പെട്ടി എന്ന് പറയുന്ന സാധനം ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട. നീളവും വീതിയും ഉയരവും ഉള്ളൊരു സാധനം നമ്മളിവിടെ കൊണ്ടുവച്ചാൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്പേസ് അത് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് സ്ഥലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് അല്ലെ വ്യാപ്തം എന്ന് പറയുന്നത്. അതെങ്ങനെ നമ്മൾ മെഷർ ചെയ്യുക? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യും. സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബിലാണ് നമ്മൾ വോളിയം മെഷർ ചെയ്യുന്നത് അല്ലേ. ഇതിലാണ് നമ്മൾ വോളിയം മെഷർ ചെയ്യുന്നത്. വോളിയം അവിടെ നിൽക്കട്ടെ. ഇനി കപ്പാസിറ്റി എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പെട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇരുമ്പിൻ്റെ പെട്ടിയാന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ എന്താണ് കുറച്ച് സുലൈമാനിയോ അല്ലെങ്കിൽ നല്ല അടിപൊളി സർബത്ത് കലക്കി അല്ലെങ്കിൽ പാല് ഓക്കെ ഈ പെട്ടിയിൽ ഞാൻ എന്ത് ചെയ്യാണ് കുറച്ച് പാൽ ഒഴിക്കുകയാണ് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പെട്ടിയിൽ ഇങ്ങനെ വെള്ളം നിറയും അല്ലേ. നിറഞ്ഞ് മാക്സിമം നിറഞ്ഞു നിൽക്കും, തൂവേ നിൽക്കും. അപ്പോൾ ഈ പെട്ടിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവിനെയാണ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്നത്. ഈ ഒരു പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെള്ളം അല്ല എന്തോ ആയിക്കോട്ടെ അതാണ് ഈ പെട്ടിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ പെട്ടി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം പെട്ടി നിൽക്കുന്ന ആ ഒരു ഏരിയ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ആ സ്പേസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തമായിട്ട്. ആ പെട്ടിയുടെ ഉള്ളിൽ ഒഴിക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ആ പെട്ടിയുടെ ഉള്ളിൽ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയ അതിന് പിടിച്ചു നിർത്താൻ പറ്റിയതിനെയാണ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇത്രയും വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ഇത്രയുള്ള വോളിയം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ മാക്സിമം ആ ഒരു പെട്ടിയിൽ നിറയെ എത്ര വെള്ളം കൊള്ളൂ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കപ്പാസിറ്റി എന്ന് പറയുന്നത്. രണ്ടിനും ഒരേ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കും മിസ്സേ രണ്ടിനും ഒരേ ഇക്വേഷനാണ് എന്നാൽ പിന്നെ രണ്ടിനും ഒരു പേരിട്ട് വിളിച്ചാൽ പോരെ? അങ്ങനെയല്ല. കുറച്ച് വണ്ണമുള്ള പെട്ടിയാണെന്ന് വിചാരിക്കുക. കുറച്ച് എന്താ പറയുക നല്ല മരത്തിൻ്റെ പെട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഈ മരത്തിന് ഇങ്ങനെ വീതി ഉണ്ടാവില്ലേ? ഇങ്ങനെ വീതി. ഇപ്പം ഇങ്ങനത്തെ ഒരു 3-4 ഫോൺ വെച്ചിട്ട് മിസ് ഒരു പെട്ടി ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഈ പെട്ടിക്ക് ഒരു വീതി ഉണ്ടാവില്ലേ? അതുകൊണ്ട് തന്നെ പുറത്തുള്ള നീളമായിരിക്കില്ല അകത്തുണ്ടായിരിക്കുക. പുറത്തുള്ളതിനും കാട്ടും ചെറിയ അളവായിരിക്കും ഉള്ളിലുണ്ടായിരിക്കുക. അപ്പം വോളിയവും കപ്പാസിറ്റിയും മാറി വരും. ഓക്കെ, അങ്ങനത്തെ കേസിൽ വോളിയം കപ്പാസിറ്റി മാറി വരും, വേറെ ആയിരിക്കും. വോളിയത്തിന് നമ്മൾ പുറത്തുള്ള ലെങ്ത്താണ് എടുക്കുക, ഉള്ളളവിന് അതായത് കപ്പാസിറ്റിക്ക് നമ്മൾ ഉള്ളിലുള്ള അളവാണ് എടുക്കുക.
ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ വോളിയം കപ്പാസിറ്റി എന്ന് പറയുന്നത്. രണ്ടിനും ഒരേ ഇക്വേഷൻ ആണ് മക്കൾ, ഒരിക്കലും കൺഫ്യൂഷൻ ആവണ്ട. രണ്ടിനും ഒരേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുക, അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.